തെരഞ്ഞെടുപ്പ് കാലമാണ്. പല കാരണങ്ങൾ കൊണ്ട് വാർത്തകളിൽ ഇടം പിടിക്കുന്ന സ്ഥാനാർത്ഥികളും നമുക്കിടയിലുണ്ട്. അങ്ങനെ പേരിലെ വ്യത്യസ്തത കൊണ്ട് നാട്ടിൽ താരമായ ഒരാളെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. കൂത്താട്ടുകുളം നഗരസഭ 26-ാം ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി മായാവിയെ. നാടും നഗരവും തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. പേരുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശ്രദ്ധേയരായ പലരും ഇക്കുറി സ്ഥാനാർത്ഥികളുമാണ്. അവരിൽ മുൻപന്തിയിൽ മായാവിയുമുണ്ട്. കൂത്താട്ടുകുളം നഗരസഭയിലാണ് മായാവിയുടെ പോരാട്ടം. ആളുകൾക്ക് പരിചിതമായ മുഖം മായാവി എന്ന ആ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. ഇപ്പോൾ പൊതുരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് പറയുന്നത്? എന്നെ ആളുകൾ തിരിച്ചറിയുന്നത് ഒരു ചിരി പമ്പർച്ചിരിയിലുള്ള മായാവിയായിട്ടാണ്. അതെന്നെ കുറേ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ പേര് എല്ലാവർക്കും ഒരു ചിരി വരുന്നതുകൊണ്ട് എനിക്ക് അവരിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നുണ്ട്. എന്താണ് ഈ പേരിന് പിന്നിലെ കഥ? അങ്ങനെ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. വി എന്നുള്ളത് എൻ്റെ അമ്മയുടെ പേരാണ്. ചിലർ പറയുന്നുണ്ട് ഇത് കോമഡിക്ക് വേണ്ടി ഇട്ടതാണോ അതോ ഇങ്ങനെ വൈറലാവാൻ വേണ്ടി വി മായ എന്നുള്ള നിങ്ങളിങ്ങനെ ആക്കിയോ? അല്ല, ഇതെൻ്റെ റെക്കോർഡിക്കൽ നെയിമാണ് മായാവി എന്നുള്ളത്. ഇപ്പോൾ ബാലരമ ചിത്രകഥ മുതൽ മായാവി സിനിമ ഉൾപ്പെടെയൊക്കെ ഈ ട്രോളായിട്ട് വരുന്നുണ്ട്. അതെങ്ങനെ കാണും? ട്രോളുകളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കാറുണ്ട്. പിന്നെ സമയം കിട്ടുമ്പോൾ എനിക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ കുറച്ച് നാൾ ചെറുപ്പത്തിലാണ് എനിക്ക് മായാവി എന്നുള്ള ബാലരമയിലൊരു കഥാപാത്രമുണ്ട്. കുട്ടികൾ കളിയാക്കുമ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ അന്നത്തെ പ്രായത്തിൽ. പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ സിനിമയൊക്കെ വന്നപ്പോൾ ഈ പറയുന്ന പോലെ ശ്രാങ്ക് വാസ്യാനൊക്കെ വന്നപ്പോൾ കുറേ കൂടി മമ്മൂക്കയുടെ വരാനുള്ള മായാവി. പിന്നെ എനിക്കത് വിളിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ലെന്നായി. പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി തുടങ്ങുന്നുണ്ട്. കോൺഗ്രസിന് പൊതുവെ കൂടുതൽ സ്വാധീനമുള്ള UDFൻ്റെ ഒരു ഉറച്ചക്കോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ മത്സരിക്കുന്ന ആ ഒരു ഡിവിഷൻ. പേടിയുണ്ടോ? അങ്ങനെ പേടിയൊന്നുമില്ല. അതൊരു മത്സരത്തിലൊക്കെ നിൽക്കുമ്പോഴാണ് ഞാനൊരു ഉത്തരവാദിത്വം എനിക്ക് കിട്ടിയാൽ എന്ത് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ചിന്തയുള്ളൂ. ആര് ജയിച്ചാലും തോറ്റാലും ആ നാട്ടുകാർ തോൽക്കാതിരിക്കട്ടെ, ആ നാട് ജയിക്കട്ടെ എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വെക്കുന്നുണ്ട്? എനിക്ക് ജനസേവനം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്, കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവർ സംസാരിക്കുമ്പോൾ ചിരിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ആസ്വദിക്കും. അവർക്ക് സങ്കടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായും എന്തായാലും വലിയ രീതിയിലുള്ള പ്രതീക്ഷകളുമായാണ് മായാവി മത്സരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് PL മനോജിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.